ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th പ്രിലിമിനറി എക്സാമിനേഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. നമ്മൾ എല്ലാ ദിവസവും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വീതം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും എല്ലാ ദിവസവും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വീതം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി, സ്വർണജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആര്? ഉത്തരം APJ അബ്ദുൽ കലാം. കേരള സംസ്ഥാനത്ത് ആദ്യമായി ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ഏത് സ്കൂളിലാണ്? ഉത്തരം GVHSS വിതുര. കേരള കായിക ദിനം ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഒക്ടോബർ 13. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഉത്തരം AK ഗോപാലൻ. വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെ? ഉത്തരം KM വാസുദേവൻ നമ്പൂതിരി. ഏത് വർഷം മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം 1996. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാര്? ഉത്തരം അയ്യങ്കാളി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം എറണാകുളം. വീരകേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ആരെ? ഉത്തരം പഴശ്ശിരാജ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേര്? ഉത്തരം റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഉത്തരം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ അറിയപ്പെടുന്ന പേരെന്താണ്? ഉത്തരം ഖാദർ. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഏത്? ഉത്തരം ഉപദ്വീപീയ പീഠഭൂമി. അടുത്ത ചോദ്യം നോക്കാം. ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം ഏതാണ്? ഉത്തരം സൂര്യൻ. ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം കൊച്ചി. ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ഉത്തരം തുമ്പ. ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ ഏതെല്ലാം? ഉത്തരം കാർഷിക, വ്യവസായ, സേവന മേഖലകളിൽ നിന്നും. മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഭൂട്ടാൻ. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്? ഉത്തരം സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ? ഉത്തരം ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം 2005. അടുത്ത ചോദ്യം നോക്കാം. മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്? ഉത്തരം 42. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശം? ഉത്തരം സ്വത്തവകാശം. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്? ഉത്തരം പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ നദി? ഉത്തരം ഗംഗ. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? ഉത്തരം 1950 ജനുവരി 24. ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിന്റെ അംശബന്ധം? ഉത്തരം 3:2. വന്ദേമാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ബംഗാളി. ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിന് അംഗീകാരം ലഭിച്ച വർഷം? ഉത്തരം 2009. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി? ഉത്തരം കഴ്സൺ പ്രഭു. ആരാണ് അതിർത്തി ഗാന്ധി? ഉത്തരം ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന വർഷം? ഉത്തരം 1853. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചതാര്? ഉത്തരം ദീനബന്ധു മിത്ര. പൂർണ്ണ സ്വരാജ്യം എന്ന ആശയം നടപ്പിലാക്കിയ കോൺഗ്രസ് സമ്മേളനം? ഉത്തരം ലാഹോർ സമ്മേളനം. 1857 നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലം? ഉത്തരം കാൺപൂർ. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത്? ഉത്തരം ഡൽഹൌസി പ്രഭു.
ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ്? ഉത്തരം ടിപ്പു സുൽത്താൻ. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം? ഉത്തരം തിരുനെൽവേലി. ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത്? ഉത്തരം ആമുഖം. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം? ഉത്തരം 11. പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്ന ഒരു ജില്ല ഏത്? ഉത്തരം ഇടുക്കി. കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഉണ്ട്? ഉത്തരം 6. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം? ഉത്തരം പാമ്പാടും ചോല. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട്? ഉത്തരം മാട്ടുപ്പെട്ടി. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം? ഉത്തരം 2017. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം? ഉത്തരം MD വത്സമ്മ. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതി? ഉത്തരം വിദ്യാതീരം. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി? ഉത്തരം R ശങ്കർ. കേരളത്തിലെ ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി? K കൃഷ്ണൻകുട്ടി. സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ? ഉത്തരം വൈകുണ്ഠ സ്വാമികൾ. തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി? ഉത്തരം റാണി ഗൗരി ലക്ഷ്മിഭായ്. കല്ലുമാല സമരം നടത്തിയത് ആര്? ഉത്തരം അയ്യങ്കാളി. ജാതികുമ്മി എന്ന കവിത രചിച്ചത്? ഉത്തരം പണ്ഡിറ്റ് KP കറുപ്പൻ. തോൽവിറക സമരം നടന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം കാസർഗോഡ്. കുണ്ടറ വിളംബരം നടന്ന വർഷം? ഉത്തരം 1809. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം? ഉത്തരം പയ്യന്നൂർ. ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? ഉത്തരം അരുണ ആസിഫ് അലി. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്? ഉത്തരം K കേളപ്പൻ. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലെ ആകെ പല്ലുകളുടെ എണ്ണം എത്ര? ഉത്തരം 32. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഏത്? ഉത്തരം വൈറ്റമിൻ D. COVID-19 രോഗത്തിന് കാരണം ഏത് വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മജീവിയാണ്? ഉത്തരം വൈറസ്. മനുഷ്യ ശരീരത്തിൽ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്? ഉത്തരം ചെറുകുടൽ. മാരക രോഗങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം താലോല. സങ്കര ഇനം തക്കാളി ഏത്? ഉത്തരം അക്ഷയ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം കാസർഗോഡ്. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി ഏത്? ഉത്തരം ഹൈഡ്രോപോണിക്സ്. ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം ഏത്? ഉത്തരം ഇക്കോളജി. റെഡ് ഡേറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളുമാണ്? ഉത്തരം വംശനാശ ഭീഷണി നേരിടുന്നവ. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാര്? ഉത്തരം റൂദർഫോർഡ്. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? ഉത്തരം സിങ്ക്. പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലായിരിക്കും കാണപ്പെടുന്നത്? ഉത്തരം 18. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ഏകാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം കണ്ടെത്തുക. ഉത്തരം ഹീലിയം. LPGയിലെ മുഖ്യ ഘടകം ഏതായിരിക്കും? ഉത്തരം ബ്യൂട്ടേൻ. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്? ഉത്തരം ഡെസിബൽ. ഊർജത്തിന്റെ യൂണിറ്റ്? ഉത്തരം ജൂൾ. ഒരു സദിശ അളവിന് ഉദാഹരണം? ഉത്തരം ത്വരണം. കടൽക്കാറ്റുണ്ടാകുന്നതിന് കാരണമാകുന്ന താപപ്രക്രിയ? ഉത്തരം സംവഹനം. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരവും ആ ദർപ്പണത്തിന്റെ വക്രത ആരവും തമ്മിലുള്ള ബന്ധം? ഉത്തരം ഓപ്ഷൻ A F = R/2. അടുത്തത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻ ആണ്. ചോദ്യത്തിന്റെ നമ്പറും ശരിയായ ഉത്തരത്തിന്റെ ഓപ്ഷനും മാത്രമാണ് വായിച്ചു പോകുന്നത്. എക്സ്പ്ലനേഷൻ വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഏതൊക്കെയാണെന്ന് നോക്കാം. 81 ഓപ്ഷൻ A, 82 ഓപ്ഷൻ D, 83 ഓപ്ഷൻ C, 84 ഓപ്ഷൻ B, 85 ഓപ്ഷൻ C, 86 ഓപ്ഷൻ A, 87 ഓപ്ഷൻ B, 88 ഓപ്ഷൻ D, 89 ഓപ്ഷൻ A, 90 ഓപ്ഷൻ C, 91 ഓപ്ഷൻ A, 92 ഓപ്ഷൻ A, 93 ഓപ്ഷൻ B, 94 ഓപ്ഷൻ C,
95 ഓപ്ഷൻ ഡി, 96 ഓപ്ഷൻ സി, 97 ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ക്വസ്റ്റ്യൻ ആണ്, 98 ഓപ്ഷൻ എ, 99 ഓപ്ഷൻ എ, 100 ഓപ്ഷൻ ബി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എല്ലാ ദിവസവും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വീതം പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്